ഇനിയിപ്പോ കാണണ്ട. വേറൊരു കാണാൻ ചേട്ടാ പ്ലീസ്. No. Give me ചേട്ടാ പ്ലീസ്. Just see Pinky. Hey. No. Pinky. നീ എപ്പോഴാ തിരിച്ചു പോന്നെ? ഒന്നും തീരുമാനിച്ചില്ല അങ്കിൾ. ഇനി സമയമുണ്ടല്ലോ. എന്നാ ഞാൻ തീരുമാനിച്ചു. നാളെ രാവിലെ ട്രെയിൻ ഉണ്ട്, ഉച്ച കഴിഞ്ഞ് ഫ്ലൈറ്റും. ഏതിനാ സൗകര്യം എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഞാൻ നാളെ തന്നെ പോകണമെന്ന് പറയാൻ പ്രത്യേകിച്ച് എന്താ അങ്കിൾ കാരണം? കെട്ടിയ പെണ്ണിനെ പിണക്കി അയച്ചിട്ട് മുറപ്പെണ്ണുമായിട്ട് എന്റെ മോൻ സ്വൈര്യസല്ലാപം നടത്തുന്ന നാട്ടുകാർ പറയുന്നു. അതുകൊണ്ട് നീ ഇവിടുന്ന് പോണം. അങ്കിൾ ഇത്ര ചീപ്പായി സംസാരിക്കരുത്. എന്താടാ ഇത്? ഇതിനായിരുന്നു അച്ഛൻ ഇത്ര വളച്ചു കെട്ടിയത്. നാട്ടുകാരുടെ മുമ്പിൽ അച്ഛന് ഒരു നാണക്കേടും ഉണ്ടാവില്ല. ഇവള് പോവും, പക്ഷെ ഒറ്റയ്ക്കായിരിക്കില്ല, കൂടെ ഞാനും ഉണ്ടാവും. വർഷങ്ങളായുള്ള പിണക്കം തീർക്കാനാണ് നീ ഈ കുടുംബത്തേക്ക് വന്നെന്നറിഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചവനാണ് ഞാൻ. പക്ഷെ അതിലും വലിയൊരു ദുരന്തം ഈ കുടുംബത്തുണ്ടാക്കാനാണ് ഭാവമെങ്കിൽ ഞാനത് സമ്മതിക്കില്ല. രാധിക ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നേ ഉള്ളൂ. അവൾ ഇപ്പോഴും എന്റെ മകന്റെ ഭാര്യ. ഭാര്യ? എനിക്ക് ആ കല്യാണം വേണ്ടാന്ന് നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതല്ലേ? കേട്ടോ കേട്ടോ ആരെങ്കിലും? ഇത്രയും നല്ല ബന്ധം നിനക്ക് കിട്ടില്ല, അവള് മഹാലക്ഷ്മിയാണെന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് കെട്ടിച്ചിട്ട് ഒരു നിമിഷമെങ്കിലും അവൾ എനിക്ക് സമാധാനം തന്നിട്ടുണ്ടോ? എനിക്ക് നഷ്ടപ്പെട്ട ജീവിതം എന്റെ അച്ഛനും അമ്മയ്ക്ക് തിരിച്ചു തരാൻ കഴിയൂ? കഴിയില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അപ്പൊ നീ എല്ലാം തീരുമാനിച്ചു അല്ലേ? എന്നാ എനിക്കൊരു തീരുമാനമുണ്ട്. ഇപ്പോ ഈ നിമിഷം നീ വീട്ടിൽ നിന്ന് ഇറങ്ങണം. വേണ്ടമേ, ഞാൻ പോവാം. പക്ഷെ 29 വർഷം അച്ഛാന്ന് വിളിച്ച അധികാരത്തോടു കൂടി തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ ഒരു രാത്രി കൂടി നിങ്ങൾ എന്നെ സഹിച്ചേ പറ്റൂ. ഞാൻ ഉണ്ണിയാണ്. വിവരങ്ങളെല്ലാം അറിഞ്ഞു കാണുമല്ലോ. ആര് പറഞ്ഞിട്ടും ജയൻ കേൾക്കുന്നില്ല. അവൻ വാശിയില്ല. നാളെ രാവിലെ അവർ രണ്ടുപേരും ഡൽഹിക്ക് പോവുകയാണ്. അമ്മ പറയുന്നത് കേൾക്ക് ചെയ്യാ. വേണ്ട, ഇത്രയും നാള് നീ പറഞ്ഞത് മുഴുവൻ കണ്ണുമടച്ച് വിശ്വസിച്ചവനാണ് ഞാൻ. മാറ്, ഞങ്ങൾക്ക് പോണം. എന്റെ എല്ലാ തെറ്റുകളും എനിക്ക് മനസ്സിലായി. ഞാൻ ചിന്തിച്ചതും പ്രവർത്തിച്ചതും എല്ലാം. അമ്മയില്ലാതെ വളർന്നൊരു കുട്ടിയുടെ പക്വത ഇല്ലായ്മയായി കരുതി എല്ലാവരും എന്നോട് പൊറുക്കണം. അങ്ങനെ പൊറുക്കാൻ പറ്റുന്ന തെറ്റല്ല അവൻ എന്റെ കുഞ്ഞിനോട് ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ അവനോട് ഒരു സഹതാപവും കാണിക്കണ്ട. അവന്റെ കൈയും കാലും തല്ലി ഒടിക്കണം. എന്നെ ഉപദേശിക്കേണ്ടവർ തന്നെ മനസ്സിൽ വിഷം നിറച്ച് തന്നപ്പോ എനിക്ക് തെറ്റും ശരിയും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്നെ വിശ്വസിക്കണം. മോനെ,
ഇനിയെങ്കിലും നിനക്ക് ഇവളോട് ക്ഷമിച്ചുകൂടെ? ഇവളിപ്പി കാണിക്കുന്ന മാനസാന്തരം പോലും അഭിനയമല്ലെന്ന് അമ്മയ്ക്ക് എന്താ ഉറപ്പ്? ഇറങ്ങി പോടി പുറത്ത്. നിർത്തടാ. അവളോട് ഇറങ്ങിപ്പോകാൻ പറയാൻ നിനക്ക് എന്താ അവകാശം? നീ ഈ വീട് ഉപേക്ഷിച്ചു പോകുന്നവനാ. ഇതിന് നിന്റെ വീടല്ല. ഇവളെന്റെ മരുമോളാ. ഇവിടെ തന്നെ താമസിക്കും. മരുമോളായിട്ടല്ല, എന്റെ മോളായിട്ട്. സരസ്വതി, ഇവിടെ അകത്തോട്ട് കൊണ്ടുപോ. ജേട്ടാ, നമുക്ക് പോവാം. ഫ്ലൈറ്റിന് സമയായി. എടി, ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഭാര്യ പിണങ്ങി പോകുന്നത് ഒരു പുതിയ സംഭവമൊന്നുമല്ല. പക്ഷേ അത് മുതലെടുത്ത് വേറൊരുത്തി കയറി പറ്റുന്നത് ഇതാദ്യമാ. ഇനി ജയേട്ടൻ പൊയ്ക്കോളൂ. പക്ഷെ ഞാൻ ഇവിടെ തന്നെ താമസിക്കും, ഈ താലിയുടെ അധികാരത്തിൽ. മണിക്കാണ് ഡൽഹി ഫ്ലൈറ്റ്. 8 മണിക്ക് തന്നെ അവർ വീട്ടിൽ നിന്ന് പുറപ്പെടും. നിങ്ങൾ ഹൈവേ വഴി ഫോളോ ചെയ്താൽ മതി. അങ്കിള് പറഞ്ഞതുപോലെ ഈ വീട്ടിലൊരു ദുരന്തം ഉണ്ടാക്കാനല്ല ഞാൻ വന്നത്, അത് ഒഴിവാക്കാനാ. മോഡേൺ ലൈഫിൽ വളർന്നവളാണെങ്കിലും എന്റെ മനസ്സിപ്പോഴും ഒരു നാടൻ പെൺകുട്ടി തന്നെയാ. ഒരു പെണ്ണിന്റെ മനസ്സ് എനിക്ക് നന്നായി അറിയാം. ഞാൻ പോകുന്നതിന് മുൻപ് നിങ്ങൾ ഒന്നു ചേരണമെന്നേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അതിനൊരു സഹായി വേണമെന്ന് തോന്നി. ഒരു നീല മാരുതി വാനിലായിരിക്കും അവർ പുറപ്പെടുക. നിന്റെ മനസ്സിലൊരു ചെറിയ പിടിവാശി ഉണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കളി കളിച്ചത്. യാത്ര പുറപ്പെടാൻ നിൽക്കുമ്പോഴും ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു രാധിക ഇവിടെ എത്തിച്ചേരുമെന്ന്. ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് തന്നെ ജയന്റെയും രാധികയുടെയും പേരില്ല. അന്ന് നടക്കാതെ പോയ ഹണിമൂൺ ട്രിപ്പിന് പകരമുള്ള ടിക്കറ്റ്. പക്ഷേ ഇത്തവണ ഈ ഇത്തിൽ കണ്ണിയുടെ അകമ്പടി ഉണ്ടാവില്ല. എന്താ ജയന്റെ അച്ഛാ? ഒരു കുടുംബം രക്ഷപ്പെട്ടാ. താങ്ക് യു മോളെ. എടാ, നീ പോകുന്ന വേഗം പോ, ഫ്ലൈറ്റിന് സമയമായി. ഇനി അവരുടെ പൊടി പോലും ആരും കാണരുത്. ഡൽഹിയിലേക്കുള്ള അവരുടെ യാത്ര അവസാനത്തെ യാത്രയായിരിക്കട്ടെ. പുറപ്പെട്ടോളൂ.